കാന്താര 2 സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പിഴ ചുമത്തി കർണാടക വനംവകുപ്പ്. വനമേഖലയിൽ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനാണ് പിഴ ചുമത്തിയത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ്. മുഹമ്മദ്, കാന്താര സിനിമയുടെ പേരിൽ തന്നെയാണോ പ്രശ്നം, അതോ മറ്റേതെങ്കിലും സിനിമയിലോ ആണോ ഈ പറയുന്ന വനമേഖലയിലെ സ്ഫോടക വസ്തു ഉപയോഗം? ആശ്മി, തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ കാന്താര 2. ഇതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കർണാടകയിലെ വനമേഖലകളിലൊക്കെയാണ് ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നത്. ഈ ഹേരൂരു ഗ്രാമത്തിനോട് ചേർന്നുള്ള ഗവിഗുഡ കാടിലാണ് ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ ഈ ചിത്രീകരണം തുടങ്ങിയത് മുതൽ തന്നെ ഈ ടീമിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനം ഈ കാടിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ ഷൂട്ടിംഗ് നടത്താനാണ് ഈ ടീമിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കാടിനകത്തു കയറിയിട്ടാണ് പലപ്പോഴും ഇവർ ചിത്രീകരണം നടത്താറുള്ളത്. ഒപ്പം ഇതിനിടയിൽ ഈ സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രീകരണമൊക്കെ കാട്ടിൽ നടത്തുകയുണ്ടായി. ഇത് വന്യജീവികൾക്ക് എതിരായിട്ടുള്ളൊരു കാര്യമാണ്, അവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നിരവധി പക്ഷികളും ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ ദേശാടന പക്ഷികളൊക്കെ എത്തുന്ന സമയമാണ്. അതിനെയൊക്കെയും നശിപ്പിക്കുന്ന തരത്തിൽ അവയൊന്നും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിലാണ് ഇവരുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് എന്ന് ജില്ലാ ഭരണകൂടത്തിന് ഈ ഗ്രാമത്തിലുള്ളവർ പരാതി നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 50,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിനപ്പുറത്തേക്ക് ഒരു ഷൂട്ടിങ്ങിന് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കാന്താര ടീമിന് നൽകുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു നടപടിയോടുകൂടി ഈ ഒരു പ്രശ്നം അവസാനിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടീമിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമൊന്നും വന്നിട്ടില്ല. ഇവർ ഇത്തരത്തിൽ നിയമം പാലിച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശ്മി, ഓക്കെ, റൈസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിന് സ്ഫോടക വസ്തു ഉപയോഗത്തിനാണ് അവിടെ പിഴ ഈടാക്കൽ.